പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ നിശേഷം മായ്ച്ചു കളയണമേ. ഈ നല്ല പ്രഭാതത്തിൽ ഈ തിരുവചനത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മതപ്പെടുത്തുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാ. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഹല്ലേലൂയ 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 ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവാക്യം. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. അവിടുത്തേക്ക് എല്ലാം സാധിക്കും. അവിടുന്ന് ഉദ്ദേശിച്ചത് അവിടുന്ന് നിറവേറ്റും. ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. അവിടുന്ന് തൻ്റെ വചനം അയച്ച് എല്ലാവരെയും സുഖപ്പെടുത്തും, എല്ലാവരെയും വിടുവിക്കും. ഇത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിൽ, യേശുവിൽ നമ്മൾ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം, വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും. അവിടുന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ ശാന്തരായിരുന്നാൽ മതി. നമ്മൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കണം. അവിടുന്ന് നമുക്കെല്ലാം സാധ്യമാക്കും. എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. സർവബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് നമ്മളെ മോചിപ്പിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവെ, കരുണയായിരിക്കണം. യേശുവേ, ദയ തോന്നണമേ. ഇന്ന് ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അങ്ങയുടെ തിരുകൃത്യത്തെ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കർത്താവെ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവർത്തികളെ പറ്റിയും കേട്ട് ഞങ്ങൾ ഭയന്നു. ഞങ്ങളുടെ നാളുകൾ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകൾ അത് വെളിപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് പണ്ട് ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് ചെങ്കടൽ വിഭജിച്ചതുപോലെ, ജോർദാൻ നദി വറ്റിച്ചതുപോലെ, പാറയിൽ നിന്ന് ജലമൊഴുക്കിയതുപോലെ, അന്ധനെ സൗഖ്യപ്പെടുത്തിയതുപോലെ, പൈശാചിബാധിതനെ സുഖപ്പെടുത്തിയതുപോലെ, കർത്താവേ, അങ്ങ് ഇപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഇപ്പോൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ.